ഇത് അതിജീവനത്തിന്റെ തുഴതാളം. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് ഒരു ഗ്രാമത്തെ മുഴുവനാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെയും വിദ്യാലയത്തെയും നഷ്ടപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഇന്ന് വാർത്തകളിൽ നിറയുന്നത് വേദനയോടെയല്ല, മറിച്ച് തളരാത്ത പോരാട്ട വീര്യത്തോടെയാണ്. താളത്തിന് കണ്ണീരിന്റെ നനവുണ്ടാകാം, പക്ഷേ ഇതിലെ വരികൾക്ക് ഹിമാലയത്തെക്കാൾ കരുത്തുണ്ട്. ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട വെള്ളാർമല GHSSലെ വിദ്യാർത്ഥികളാണിവർ. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ മണ്ണടിഞ്ഞ മണ്ണിൽ നിന്ന് തകർന്നുപോയ ക്ലാസ് മുറികളിൽ നിന്ന് അവർ വഞ്ചിപ്പാട്ടിന്റെ തുഴതാളത്തിലേക്ക് ചുവടുമാറ്റിയിരിക്കുന്നു. ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? യൂണിഫോമും പാഠപുസ്തകങ്ങളും ഉരുൾ കൊണ്ടുപോയെങ്കിലും തളരാത്ത മനസ്സുമായി അവർ താളമിട്ടപ്പോൾ അത് കാണികൾക്ക് വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് ദുരന്തത്തെ അതിജീവിച്ചുയരുന്ന പുതിയ വയനാടിന്റെ ശബ്ദമായിരുന്നു. കുട്ടനാടൻ ശൈലിയുടെ ആവേശകരമായ വേഗതയിൽ അവർ പാടിത്തീർത്തത് തങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് തിരിച്ചുപിടിക്കാനുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അധ്യാപകരും പരിശീലകരും നൽകിയ പിന്തുണയാണ് ക്യാമ്പുകളിലെ പരിമിത സാഹചര്യത്തിലും ഇവർക്ക് തുണയായത്. മത്സരത്തിൽ അവർക്ക് ലഭിച്ചത് ഒരുപക്ഷെ A ഗ്രേഡിനേക്കാൾ വലിയൊരു അംഗീകാരമാണ്. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും ഐക്യദാർഢ്യവും. ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്നവർക്ക് വെള്ളാർമലയിലെ ഈ മിടുക്കർ നൽകുന്ന സന്ദേശമൊന്നാണ്: മുറിവുകൾ എത്ര വലുതായാലും ജീവിതം തോറ്റുകൊടുക്കാനുള്ളതല്ല. അതെ, ആ താളം അവസാനിക്കുന്നില്ല. വെള്ളാർമലയിലെ കുട്ടികൾ പാടി നിർത്തുമ്പോൾ അവർ ലോകത്തോട് പറയുന്നത് ഒന്നു മാത്രം: എത്ര വലിയ തകർച്ചയായാലും ഉയർത്തെഴുന്നേൽക്കും. കലോത്സവ വേദിയിൽ നിന്നും പ്രവീൺ കയ്യൂരിനൊപ്പം വി അജയകുമാർ, ജയ് ന്യൂസ്.